നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആലപ്പാട്ടെ ഖനനം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് മുൻ മുഖ്യമന്ത്രിയും ഭരണപരിഷ്കാര കമ്മീഷനുമായ VS അച്യുതാനന്ദൻ പറഞ്ഞു. നിയമസഭാ പരിസ്ഥിതി റിപ്പോർട്ട് കണക്കിലെടുത്ത് ഗൗരവമായി നീങ്ങണം. ഖനനം തുടർ പഠനത്തിന് ശേഷം മതിയെന്നും VS അഭിപ്രായപ്പെട്ടു. ആലപ്പാട്ടുകാരുടെ ആഗ്രഹത്തിന് കരിമണലിനേക്കാൾ വിലയുണ്ടെന്നും VS ചൂണ്ടിക്കാട്ടി. ആലപ്പാട് ഖനനത്തിൽ കൊല്ലം ജില്ലാ കളക്ടർ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ദേശീയ ഹരിത ട്രൈബ്യൂണൽ തേടിയിരുന്നു. സ്വമേധയാ എടുത്ത കേസിലാണ് ജസ്റ്റിസ് AK ഗോയൽ അധ്യക്ഷനായ പ്രിൻസിപ്പൽ ബെഞ്ചിന്റെ നടപടി. ആലപ്പാട്ടെ കാവ്യ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയെ കുറിച്ചുള്ള പത്രവാർത്ത ട്രൈബ്യൂണൽ കണക്കിലെടുക്കുകയായിരുന്നു. ആലപ്പാട് നടക്കുന്ന അനധികൃത ഖനനം തടയാൻ സംസ്ഥാന സർക്കാർ ഒരു പോലീസ് സ്റ്റേഷൻ IREക്ക് അകത്ത് അനുവദിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ ആ ഉത്തരവ് അട്ടിമറിച്ചു. കരിമണൽ കടത്ത് നിരവധി തവണ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിലെ അന്വേഷണമെല്ലാം പാതി വഴിയിൽ ഇഴയുകയാണെന്നും പരാമർശമുണ്ട്. 3 വർഷം മുൻപ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ഉത്തരവാണ് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചത്. സംസ്ഥാനത്തെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് സുരക്ഷ നൽകാനായി 345 തസ്തിക സൃഷ്ടിച്ച കാര്യം ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതുപ്രകാരം കൊല്ലം IREക്ക് 2 അഡീഷണൽ SI അടക്കം 40 പോലീസുകാരെ അനുവദിച്ചിരുന്നു. നിയമനത്തിന് മുന്നോടിയായി IRE സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ സംസ്ഥാന പോലീസ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഇവിടെ എത്തുന്നതും കടന്നു പോകുന്നതുമായ എല്ലാ ലോറികളുടെയും രജിസ്റ്റർ തയ്യാറാക്കണം. ലോറികളുടെ നമ്പറുകൾ എഴുതി സൂക്ഷിക്കണം. IREയുടെ ഒരു കവാടത്തു കൂടി ലോറി അകത്തേക്ക് പ്രവേശിപ്പിക്കണം. മറ്റേ കവാടത്തിൽ കൂടി ലോറി പുറത്തേക്ക് ഇറക്കണം എന്നീ നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് IRE പോലീസുകാരെ പടിക്ക് പുറത്ത് നിർത്തിയത്. ഇനി ഇതോടെ രാത്രിയുടെ മറവിലും പട്ടാപ്പകലും IREയിൽ നിന്ന് ലോറികൾ കടന്നു പോകും. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 6 കേസുകൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ അനധികൃത കടത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. 2 ലോറികൾ പിഴയടച്ച് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. കൊല്ലം ജില്ലയിലെ ആലപ്പാട് കരിമണൽ ഖനനത്തിനെതിരെ സമരം നടത്തുന്നവരുമായി സർക്കാർ ചർച്ച നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. വ്യവസായ മന്ത്രിയാകും ചർച്ച നടത്തുക. ഉദ്യോഗസ്ഥ തലത്തിലും തുടർന്ന് ജനപ്രതിനിധികളുമായും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഖനനത്തിന്റെ പ്രത്യാഘാതം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും തീരുമാനമായിട്ടുണ്ട്. സീവാഷ് ഖനനം താൽക്കാലികമായി നിർത്തിവെക്കാനും യോഗത്തിൽ ധാരണയായിരുന്നു. ഖനനത്തിന്റെ പ്രത്യാഘാതം പഠിക്കാൻ നിയോഗിച്ചിട്ടുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ആലപ്പാട് വിഷയത്തിൽ തുടർ നടപടികൾ ഇനി സ്വീകരിക്കുക. അതിനിടെ ഖനനം നിർത്തിവച്ചതിന് ശേഷമേ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്ന നിലപാടിലാണ് സമരസമിതിയും. വിഷയത്തിൽ ആലപ്പാട് സ്വദേശിയെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലായിരുന്നു കഴിഞ്ഞ ദിവസം സർക്കാരിനും ഖനനം നടത്തുന്ന IREക്കുമെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നത്. ആലപ്പാട് ഖനനവുമായി ബന്ധപ്പെട്ട് സമരക്കാരുമായി ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതേസമയം ഖനനം നിർത്തിവെക്കാൻ കഴിയില്ലെന്നും ആലപ്പാട് സമരം എന്തിനാണെന്നും അറിയില്ലെന്നും വ്യവസായ മന്ത്രി EP ജയരാജനും വ്യക്തമാക്കിയിരുന്നു. അനധികൃത കരിമണൽ ഖനനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രദേശവാസികൾ 80ഓളം ദിവസങ്ങളായി നടത്തിവന്നിരുന്ന സമരം സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെയാണ് വിഷയം ചർച്ചയാക്കപ്പെട്ടത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള തീരപ്രദേശമാണ് ആലപ്പാട്. കടലിന്റെയും കായലിന്റെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന്റെ വിസ്തൃതി ഇന്ന് 7.6 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. 1955 കേരള സർക്കാരിന്റെ രേഖപ്രകാരം 89.5 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന പ്രദേശമാണ് ഇന്ന് വെറും 7.6 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞത്. വെള്ളനാതുരത്തിൽ 50 വർഷത്തിലധികമായി നടക്കുന്ന കരിമണൽ ഖനനമാണ് ഇതിനുള്ള കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കായലിനും കടലിനും ഇടയിലുള്ള ഭൂമിയുടെ ദൂരം വെറും 22 മീറ്റർ മാത്രമാണ്.